നമസ്കാരം. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നടക്കുന്നത്. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില വഴിത്തിരിവുകളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയുന്നത്. നിങ്ങളുടെ ഫലം എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഇവിടെ ഇന്ന് 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്നത് സൂര്യനെയും സെക്കൻഡ് പയലായി നൽകിയിരിക്കുന്നത് ചന്ദ്രനെയുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ള സൂര്യനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലം എന്ന് നോക്കാം. മറ്റുള്ളവരെ അകമൊഴിഞ്ഞ് സഹായിക്കുവാനുള്ള മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കാര്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ധാരാളം നേട്ടങ്ങളും വന്നു ചേരും എന്നൊരു ഫലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാൻ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ആത്മവിശ്വാസത്തോടും ഈശ്വര ചിന്തയോടും കൂടി നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. നിങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്ന വ്യക്തികളാണ് കൂടുതലും. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ആ നെഗറ്റീവ് എനർജി എല്ലാം മാറി നല്ല രീതിയിൽ ചിന്തിക്കുവാനും നല്ല മികവോടെ പ്രവർത്തിക്കുവാനും നിങ്ങൾക്കിനി സാധിക്കും. നന്നായി ചിന്തിക്കാനുള്ള ഊർജമെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. മുന്നിലെത്തുന്ന തടസ്സങ്ങളെല്ലാം തന്നെ ഒട്ടും ടെൻഷനില്ലാതെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസവും കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും മടിയും അലസതയും കടന്നു വരിക, അനാവശ്യ ചിന്തകൾ മനസ്സിൽ കടന്നുകൂടുക, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുക, ഇത്തരത്തിൽ നിങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും എന്നൊരു ഫലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങളെല്ലാം മാറി നിങ്ങളുടെ പ്രവൃത്തികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെയധികം ഈശ്വരവിശ്വാസമുള്ള വ്യക്തിയാണ് നിങ്ങൾ. അതിനാൽ തന്നെ പരാജയം എത്ര വന്നു ചേർന്നാലും അവിടെ നിന്നെല്ലാം ശക്തമായിട്ട് തന്നെ മുന്നേറി വരുന്നതാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോൾ വിഷമിച്ചാലും ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക. സങ്കടങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവിക ശക്തിയെ മുറുകെ പിടിക്കുക. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ആ ഒരു കാര്യം നടക്കും, അതെനിക്ക് നേടിയെടുക്കാനാകും എന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്നു ചേരുന്നതാണ്. നെഗറ്റീവായി ചിന്തിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവ് റിസൾട്ട് മാത്രമേ ഉണ്ടാകൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. അതിനാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ മാത്രം ശ്രദ്ധിക്കുക. ആരുടെയും നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നോർത്ത് ഒരു കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കാറില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ധൈര്യപൂർവ്വം സമീപിക്കുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അത് നിങ്ങൾ തുടർന്നു പോവുക. നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കുവാൻ കഴിവും ആത്മവിശ്വാസവുമുള്ള വ്യക്തിയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സന്ദേശമാണ് ഈ റീഡിങ്ങിലൂടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്.
അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ഫലമായി വരണമെന്നില്ല. അതിനാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുമായി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കോ സ്വഭാവങ്ങൾക്കോ സാമ്യമായി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക. മറിച്ചാണ് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിട്ടുകളയാവുന്നതാണ്. അടുത്തതായി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. ഈ വ്യക്തികളുടെ പ്രത്യേകത തന്നെ പറയുകയാണെങ്കിൽ ഏതൊരു കാര്യവും ചെയ്തു തീർക്കുവാനുള്ള മനസ്സും തൻ്റെടവും എല്ലാം നിങ്ങൾക്കുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതിൽ നികത്താൻ പറ്റാത്ത നഷ്ടങ്ങളുമുണ്ട്. എന്നാൽ അത്തരം നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കാതെ, നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടാതെ, ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക. നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള നഷ്ടങ്ങൾ നിങ്ങളുടെ നല്ലതിനു വേണ്ടി ആയിരിക്കും എന്ന് വിശ്വസിക്കുക. ഇനി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിരന്തരം തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ, ഈ സമയങ്ങളിൽ ഈശ്വരൻ നിങ്ങളോടൊപ്പം ഇല്ല എന്ന തോന്നൽ നിങ്ങൾക്ക് തോന്നാറുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് തടസ്സങ്ങൾ വന്നു ചേർന്നാൽ അതിനർത്ഥം ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല എന്നതാകാം. ചിലപ്പോൾ അതിലും മികച്ച മറ്റൊരു മാർഗമാണ് അതിനുചിതം എന്നതാകാം. അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വിപരീത ഫലമായിരിക്കാം നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിനാലാണ് ഈശ്വരൻ അതിന് തടസ്സങ്ങൾ കാണിക്കുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ്. അതിനാൽ ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കാനാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത പരിഹാരത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള നല്ല അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. സാമ്പത്തികമായി കുറേയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ താൽക്കാലികം മാത്രമാണ്. ഇനിയും ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് ഫലം പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുക. ആരെയും വിമർശിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ നിങ്ങൾ നിൽക്കാറില്ല എന്നത് നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. എത്ര സങ്കടങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും ആത്മവിശ്വാസവും ഈശ്വരവിശ്വാസവും കൈവിടാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ സമാധാനിക്കുവാനുള്ള മാറ്റങ്ങൾ വന്നു ചേരും. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.